الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم الله يصطفي من الملائكة رسلا ومن الناس إن الله سميع بصير ബഹുമാന്യരായ വിശ്വാസിനികളെ, പ്രിയങ്കരായ സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ബഹുമാനാദരപൂർവം വിശുദ്ധിയോടെ തഖ്വയോടെ പുലർത്തുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ജീവിതത്തിൽ പാലിച്ച് മുത്തഖികളായി മാതൃകായോഗ്യരായ മുഅ്മിനീങ്ങളായി മരണപ്പെടാനും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നിരന്തരമായി പ്രാർത്ഥിക്കുകയും അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്യണം ഈ ഒരു നേട്ടത്തിനു വേണ്ടി എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ സംബന്ധിച്ച് വിശ്വാസികൾക്കുണ്ടാവേണ്ടുന്ന കാഴ്ചപ്പാട് അവർക്ക് തങ്ങളെക്കാൾ പ്രിയപ്പെട്ടവനായി, ഏറ്റവും പ്രിയപ്പെട്ടവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സ്വന്തത്തെക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ പരിഗണനയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. സൂറത്ത് ശൂറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. എനിക്ക് നിങ്ങളിൽ നിന്ന് യാതൊരു പ്രതിഫലവും മോഹമില്ല, അത് ഞാനൊട്ട് ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ എനിക്കൊരു താല്പര്യവും ആഗ്രഹവുമുണ്ട്. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, എൻ്റെ അടുത്ത കുടുംബങ്ങളെ നിങ്ങൾ ആദരിക്കണം, സ്നേഹിക്കണം,
ബഹുമാനിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. വേദക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദവിശ്വാസികൾക്ക് അവരുടെ വേദങ്ങളിലൂടെ തന്നെ, തൊറാത്തിലും ഇഞ്ചീലിലും ഉൾപ്പെടെയുള്ള വേദങ്ങളിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവചിച്ചത് അവർ വായിച്ചവരാണ്, പഠിച്ചവരാണ്. ആകയാൽ അവർക്ക് സ്വന്തം മക്കളെ മനസ്സിലാകുന്നതിനേക്കാൾ കൂടുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്കറിയാം എന്ന്. നോക്കൂ പ്രിയപ്പെട്ടവരെ, മുൻ വേദഗ്രന്ഥങ്ങൾ അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ, മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെയും പരിചയപ്പെടുത്തപ്പെട്ട ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തെക്കുറിച്ച് മുൻവേദക്കാർക്കൊക്കെയും അവരുടെ വേദങ്ങളിൽ നിന്ന് അറിയാമെന്നും മുസ്ലിം സമൂഹത്തിന് ആ പ്രവാചകനെ കുറിച്ച് കൃത്യമായി ധാരണയുണ്ടാവലും അറിയലും ബാധ്യതയാണെന്നും പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ട് നമ്മൾ അതറിയാതിരിക്കുന്നത് എങ്ങനെയാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പേര് കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നതിലൂടെ മാത്രം അത് നമുക്ക് നേടാൻ കഴിയില്ലല്ലോ. നോക്കൂ, വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, ഇങ്ങനെ അവിടുത്തെ ജീവനത്തെ കുറിച്ച് കുറേയേറെ കാലം കഴിഞ്ഞതിന് ശേഷം, പ്രവാചകത്വത്തിനും ശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അലം യജിദ്ക യതീമൻ ഫആവാൻ. നബി അങ്ങേക്കറിയാമല്ലോ, അങ്ങ് അനാഥനായി പറഞ്ഞവനാണെന്ന്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ഓർമ്മപ്പെടുത്തല നോക്കാണ്. നമ്മൾ പഠിക്കൂടും വേണ്ടിയിട്ടാണല്ലോ. അങ്ങ് അനാഥനായി പറഞ്ഞവനാണ്. പക്ഷേ ഓരോ കാലത്തും അങ്ങയെ സംരക്ഷിക്കാനും ഏറ്റെടുക്കാനും അഭയം നൽകാനും ചേർത്ത് പിടിക്കാനും ഞാൻ ആളെ ഏർപ്പെടുത്തിയിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായിട്ടാണ് ജനിച്ചത്. അവിടുന്ന് ജനിക്കുന്നതിന് 2 മാസം മുമ്പ് എന്നും 5 ദിവസം മുമ്പ് എന്നും 55 ദിവസം മുമ്പ് എന്നും കൃത്യമായി പറയുന്ന പണ്ഡിതന്മാരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള മരണപ്പെടുന്ന സമയത്ത് അബ്ദുള്ളക്ക് 21 വയസ്സേ ഉള്ളൂ എന്നും ചരിത്രകാരന്മാർ പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആ പിതാവിന് ബാക്കി വെക്കാൻ കഴിഞ്ഞത് 5 ഒട്ടകങ്ങളെയും അല്പം കുറച്ച് ആടുകളെയും ഉമ്മു ഐമൻ എന്നൊരു അടിമപ്പെണ്ണിനെയും മാത്രമേ. സമ്പൂർണമായി അനാഥത്വവും ദാരിദ്ര്യവും അനുഭവിച്ചുകൊണ്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. വജദക അളാഇലൻ ഫഅഗ്ന, അങ്ങ് ദരിദ്രനായിരുന്നു, പക്ഷെ ജീവിക്കാൻ അങ്ങേക്ക് മുട്ടൊന്നുമില്ലാത്ത രൂപത്തിൽ ഞാൻ അങ്ങയെ സംരക്ഷിച്ചിട്ടുണ്ട്. ഈ ചരിതമൊക്കെ ഒന്ന് പഠിക്കണ്ടേ? അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷം 55 ദിവസങ്ങൾ കഴിഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ആമിന മകനെ വളർത്താൻ അന്നത്തെ അറബികൾക്കുണ്ടായിരുന്ന ഒരു സമ്പ്രദായം അനുസരിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ മുലയൂട്ടുന്ന കാലത്ത് മുലയൂട്ടാൻ വേണ്ടി പറഞ്ഞുവിടുക എന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. അതനുസരിച്ച് സഅദ് ഗോത്രക്കാരിയായ ഹലീമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുക്കുന്നത്. മുഅ്മിനീങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, പ്രവാചകത്വത്തിന് ശേഷം വഫാത്താകുന്നത് വരെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമല്ല നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതും. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ ഒരാളെ പ്രവാചകനാക്കാൻ തീരുമാനിക്കുന്നത് അയാളുടെ പ്രവാചകത്വ കാലത്തിനോടടുത്തോ അല്ലെങ്കിൽ അപ്പോഴോ അല്ല. ആര് എന്റെ പ്രവാചകനാവണമെന്നത് ഞാൻ തെരഞ്ഞെടുക്കാറാണുള്ളത്. അല്ലാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ്. മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്റെ ദൂതുമായി മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത് ആര്, ആ ദൂത് നിർവഹിക്കേണ്ടത് ആര് എന്ന് ഞാൻ തീരുമാനിക്കുകയും അതിനനുസരിച്ചുള്ള ആ സാഹചര്യങ്ങളിലൂടെ ആ പ്രവാചകനെ ഞാൻ വളർത്തുകയും പരിപാലിക്കുകയും
ചെയ്യാറുള്ളത് എന്നർത്ഥം. ആ അർത്ഥത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹലീമത്തു സഅദിയയുടെ വീട്ടിലേക്ക് പോകുന്ന സന്ദർഭം ചരിത്രകാരന്മാരെല്ലാവരും ഏകദേശം ഒരുപോലെ പറയുന്നത് കാണാം. ഹലീമത്തു സഅദിയ അവരുടെ ഗോത്രത്തിലെ ഏറ്റവും പാവപ്പെട്ട വീടുകളിൽ ഒരു വീട്ടുകാരിയായിരുന്നു. മക്കയിലേക്ക് കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാൻ വരുന്ന അവരുടെ കൂട്ടുകാരികൾക്കെല്ലാം നല്ല ആരോഗ്യമുള്ള മൃഗങ്ങൾ ഉണ്ടായിരുന്നു വാഹനമായി. പക്ഷെ ഹലീമയുടെയും ഭർത്താവിൻ്റെയും കൂടെ ഉണ്ടായിരുന്നത് മെലിഞ്ഞൊട്ടിയ പ്രായമായ ഒരു കഴുതയും ഒരു ഒട്ടകവുമായിരുന്നു എന്നാണ്. അവരുടെ ദാരിദ്ര്യം അവരുടെ മൃഗങ്ങളെയും ബാധിച്ചിരുന്നു എന്നർത്ഥം. അവർക്ക് സമ്പന്ന വീടുകളിൽ നിന്ന് ഇവരുടെ മെലിഞ്ഞൊട്ടിയ ശരീരം കണ്ടിട്ട് മക്കളെ ഏൽപ്പിക്കാൻ സമ്പന്നരായ മക്കികൾ ആരും തയ്യാറായില്ല. ദരിദ്രയായ ആമിനയുടെ മകനെ ഏറ്റെടുക്കാൻ ഈ വന്ന കൂട്ടത്തിൽ ആരും തയ്യാറായതുമില്ല. അങ്ങനെ എല്ലാവരും ആമിനയുടെ മകനെ അവഗണിച്ചു. അവർക്കെല്ലാവർക്കും ചുറ്റുപാടുകളിൽ നിന്ന് മക്കയിൽ നിന്ന് മക്കളെ വേറെ തന്നെ കിട്ടി. ഹലീമക്ക് മക്കളെ കിട്ടിയില്ല. മക്കളെ കിട്ടാതെ കൊണ്ടുപോകുക, ഒരു മകൻ ഒരാളെ കിട്ടാതെ തിരിച്ചു പോവുക എന്നത് തൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും എന്നതുകൊണ്ട് മാത്രമാണെന്ന് ഇബ്നു ഹിശാമിനെ പോലുള്ള പണ്ഡിതന്മാർ പറയും. ഹലീമ ആമിനയിൽ നിന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തു. എന്നിട്ട് അവർ പറയും, ആ തീരുമാനം ഞാൻ മനസ്സോടെ എടുത്തതാണെങ്കിലും ആ കുഞ്ഞിനെ മാറോട് ചേർത്തപ്പോൾ എൻ്റെ ശരീരത്തിലൊരു വൈദ്യുത പ്രവാഹം പോലുള്ള ഒരു പ്രകമ്പനം ഉണ്ടായി എന്ന്. സുബ്ഹാനല്ലാഹ്. അതിങ്ങനെ വായിച്ചു നോക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ കോരിത്തരിച്ച് കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ചാടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാണിക്കുന്ന കൃപ, ദയാവായ്പ് എത്രമാത്രമുണ്ട്. ഞാൻ എൻ്റെ കഴുതയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിങ്ങോട്ട് ഞാൻ വന്ന കഴുതയല്ലായിരുന്നു. അതിനൊരു പ്രസരിപ്പ് കൂടി, എൻ്റെ ഭർത്താവിൻ്റെ ഒട്ടകത്തിനും പ്രസരിപ്പ് കൂടി. ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ മൃഗങ്ങളായിരുന്നു ഏറ്റവും ബാക്കിലുണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഞങ്ങളുടെ മൃഗങ്ങൾ കുതിച്ചു പായുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രയാസവുമില്ലാതെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ പിന്നെ പറയും, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അവർ പിന്നീട് പറയും, ഞങ്ങളുടെ കുടുംബത്തിലെത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഞങ്ങളുടെ ആടുകളുടെയൊക്കെ അകിട്ട് നിറഞ്ഞു മുട്ടിയിരുന്നു. അവയൊക്കെ അവയുടെ ശരീരം മുഴുവനും രോമാവൃതമായിരുന്നു. ചെമ്മരിയാടുകൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. 4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ആ കുഞ്ഞ് നൽകിയ ബറക്കത്ത് ചില്ലറയല്ല. അത് ആ കുഞ്ഞിന്റെ ബറക്കത്താണോ അതോ ആ കുഞ്ഞിലൂടെ അള്ളാഹു നിക്ഷേപിച്ച ബറക്കത്തായിരുന്നുവോ എന്നത് മോമിനിങ്ങൾ പഠിക്കേണ്ടുന്ന സംഗതിയാണ്. എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു സംഗതി, നമ്മുടെ നാട്ടിൽ കാണുന്ന മുഹമ്മദുമാരെ പോലുള്ള ഒരു മുഹമ്മദ് അല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരനല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശാരീരികമായി മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള പ്രകൃതികളുമായിരുന്നുവെങ്കിലും അവിടുത്തേക്ക് നമുക്കാർക്കുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ജനന സമയം മുതൽ വഫാത്ത് വരെ അള്ളാഹു പിന്തുടർന്നുകൊണ്ടേയിരുന്ന് നൽകിയിട്ടുണ്ട് എന്നത് പഠിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്നത് എത്രമാത്രം ഗൗരവത്തോടെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുക. ആ 4 വയസ്സുകാലത്ത് ഹലീമയുടെ 4 വർഷക്കാലമാണ് അവിടെ മുലയൂട്ടപ്പെടുന്നത്. ആ 4 വർഷക്കാലത്ത് ഹലീമയുടെ 3 മക്കളോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മകനായി തന്നെ വളർന്നു. അവിടെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും പരിപാലനവും സ്നേഹവും വാത്സല്യവും ലാളനയും നൽകി. പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു അനുഭവം പറയുന്നുണ്ട്. മക്ക വിജയത്തിന് ശേഷം ആമുൽ വുഫൂദ് എന്ന ഹിജ്റ 9-ാം വർഷക്കാലത്ത് ഗോത്രങ്ങൾ ഒന്നിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിക്കാൻ വന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ വൃദ്ധയായ ഒരു സ്ത്രീ വടി കുത്തിപ്പിടിച്ച് ഇങ്ങനെ തൻ്റെ കൂട്ടുകാരോടൊപ്പം ഗോത്രക്കാരോടൊപ്പം മദീനയിൽ വന്നു. മദീനയിൽ വന്നപ്പോ അവരെ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷെ അവരിൽ ഒരാൾ, ആ വൃദ്ധയായ സ്ത്രീ, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കെന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു. ആ ശബ്ദത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് ഷെയ്മയായിരുന്നു, ഹലീമയുടെ മൂത്ത മകളായിരുന്നു. അവരുടെ മടിത്തട്ടിലാണ് ഞാൻ വളർന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഒരു വിനയൊക്കെ ആലോചിച്ച നിങ്ങൾ, ആരാണ്
ഒരു അനാഥ പയ്യൻ ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന നാടിന്റെ അവസാന വാക്കായി ഔന്നത്യത്തിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ പണ്ട് തൻ്റെ 4 വയസ്സുവരെയുള്ള ജീവിതകാലത്ത് തന്നോടൊപ്പം ജീവിച്ച ഒരു പെൺകുട്ടി, ഒരു പാവപ്പെട്ട സ്ത്രീ വരുമ്പോൾ അവരെ അങ്ങേ അറ്റം ബഹുമാനിക്കുകയും ആദരിക്കുകയും തൻ്റെ വിരിപ്പിൽ അവരെ ഇരുത്തി അവരുടെ കാൽ കീഴിൽ ഇരുന്ന് അവരുടെ കാല് തടവി കൊടുക്കുകയും ചെയ്തൊരു മഹാമനീഷി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? ആ 4 വർഷക്കാലം കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സ്വന്തം ഉമ്മയുടെ അരികിലേക്ക് തന്നെ വരുന്നു. പക്ഷേ ഉമ്മയുടെ സംരക്ഷണത്തിൽ അധിക കാലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിക്കാൻ സാധിച്ചില്ല. 6-ാം വയസ്സിൽ ഹലീമ റളിയല്ലാഹു ആമിനക്ക് നിരന്തരമായ ആഗ്രഹമുണ്ടായ അവരുടെ ഭർത്താവ് മരണപ്പെട്ടത് മദീനയിലാണ്, അബ്ദുള്ള മരണപ്പെട്ടത് മദീനയിലാണ്. ആ ഖബറിങ്ങിലൊന്ന് പോകണം, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അവിടെയാണുള്ളത്, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ഒന്ന് സന്ദർശിക്കണം എന്ന നിരന്തരം ആഗ്രഹം വന്നപ്പോൾ അവര് അബ്ദുൽ മുത്തലിബിനോട് അനുവാദം ചോദിച്ച് മകനെയും കൂട്ടി ഈ ഉമ്മു ഐമൻ എന്ന അടിമപ്പെണ്ണിന്റെ കൂടെ അവർ മദീനയിലേക്ക് പോയി. അവിടെ പോയി ഭർത്താവിന്റെ ഖബറ് കണ്ട് തിരിച്ചു വരുമ്പോ വഴിയിൽ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എവിടെയോ അബവാ എന്ന സ്ഥലത്ത് അവരും മരണപ്പെട്ടു. ഇപ്പോഴിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് എനിക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മദീനയിൽ, അവിടുത്തെ വാപ്പയുടെ ഖബറും മദീനയിൽ, അവിടുത്തെ ഉമ്മയുടെ ഖബറും മദീനയോട് ചേർന്ന്. കേവല യാദൃശികതയല്ല എന്ന് തോന്നും മട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻകൂട്ടിയുള്ള തീരുമാനങ്ങൾ ഒരേ രൂപത്തിൽ നടപ്പാക്കപ്പെടുന്നു എന്നർത്ഥം. ഹലീമ ആമിന മരണപ്പെടുമ്പോൾ ആ ഉമ്മു ഐമൻ മാത്രമാണ് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. അവർ ഏകയായി ഈ 6 വയസ്സുകാരനുമായി മക്കയിലേക്ക് തിരിച്ചു വന്നു. അബ്ദുൽ മുത്തലിബ് മക്കയിലെ അന്നത്തെ കിരീടം വെക്കാത്ത രാജാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത് സ്വന്തം മക്കളെക്കാൾ പ്രിയത്തോടെ വാത്സല്യത്തോടെ വളർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എഴുതുന്നവർ പറയുന്ന ഒരു പ്രത്യേക സംഗതി, അബ്ദുൽ മുത്തലിബിന് തന്റെ കൂടിയാലോചന സദസ്സുകളുടെ കൂടെ ചേരുമ്പോൾ ഇരിക്കാനുള്ള ഒരു സ്ഥലം കഅബയുടെ ഒരു ഭാഗത്തുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ഒരു വിരിപ്പുണ്ടായിരുന്നു. ആ വിരിപ്പിൽ അദ്ദേഹം ഉള്ളപ്പോഴോ അദ്ദേഹം ഇല്ലാത്തപ്പോഴോ മക്കയിൽ ഒരാളും ഇരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. സ്വന്തം മക്കൾ വരെ, അതിലേറ്റവും ഇളയ മകൻ വരെ അവിടെ ഇരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുൽ മുത്തലിബ് അവിടെ പിടിച്ചിരുത്തുമായിരുന്നു എന്നാണ്. തൻ്റെ മാത്രമായ സീറ്റിൽ എന്തേ ഈ കുട്ടിക്ക് ഇത്ര പ്രത്യേകത ചോദിക്കുമ്പോ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു, ഇവൻ എന്തെല്ലാമോ പ്രത്യേകതകളുണ്ട്, ഇവൻ ആരൊക്കെ ആയിത്തീരും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയുമായിരുന്നു. ആരോ പറയിപ്പിച്ചതുപോലെ എന്ന് നമുക്ക് പറയും. ഇന്ന ഹാദൽ ഗുലാമില ശഗ്നുൻ അളീം എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. അബ്ദുൽ മുത്തലിബും 8-ാമത്തെ വയസ്സിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 8-ാമത്തെ വയസ്സിൽ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു. ആ ആയത്ത് പിന്നെയും ശരിയാവുകയാണ്. അലം യജിദ്ക യതീമൻ ഫആവാ അല്ലേ? ഉമ്മ മരണപ്പെടുന്നു, ബാപ്പ മരണപ്പെടുമ്പോൾ ഉമ്മ ഏറ്റെടുക്കുന്നു, ഉമ്മ മരണപ്പെടുമ്പോൾ വല്ലിപ്പ ഏറ്റെടുക്കുന്നു. വല്ലിപ്പയും മരണപ്പെട്ടപ്പോൾ വല്ലിപ്പയുടെ ഒരു സൂക്ഷ്മത കൂടി അവിടെ പറയാനുണ്ട്. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഹറാമായത് യാതൊന്നും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ എവിടെയുമില്ല. സമ്പത്തായോ ഭക്ഷണമായോ വസ്ത്രമായോ വരുമാനമായോ എൻ്റെ ജീവിതവുമായി ഹറാമിന് യാതൊരു ബന്ധവുമില്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് പറഞ്ഞത് നമ്മളിങ്ങനെ പഠനവിധേയമാക്കുമ്പോൾ മനസ്സിലാകുന്നത്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ കോടീശ്വരന്മാരുണ്ടായിരുന്നു. 10-12 ആൺമക്കളിൽ കോടീശ്വരന്മാരുണ്ടായിരുന്നു, വലിയ പലിശക്കാരുണ്ടായിരുന്നു, വലിയ പ്രമാണിമാരുണ്ടായിരുന്നു. പക്ഷെ ഈ കൂട്ടത്തിൽ പരമദരിദ്രനായിരുന്ന ഒരാളായിരുന്നു അബൂ ത്വാലിബ്. അയാൾ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചിരുന്ന ഒരു സാത്വികനായ ഒരു മനുഷ്യനായിരുന്നു. ഈ വല്ലിപ്പ ഈ പേരക്കുട്ടിയെ വളർത്താൻ ഏൽപ്പിച്ചത് ഈ ദരിദ്രനായ ഒരു ഗതിയുമില്ലാത്ത ഈ മനുഷ്യനെയായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു യസ്തഫി മിനൽ മലായികതി റുസുലൻ വമിനൻ നാസ്. വിശ്വാസി സമൂഹം പഠിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇക്കാലത്തിനിടയിൽ ഹറാമായ സമ്പാദ്യമോ മറ്റോ സമ്പാദിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഉണ്ട് എങ്കിൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവേണ്ടുന്ന ഒരു കാര്യം, പിൽക്കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹറാമ് തിന്നുന്ന തടിക്ക് നരകമല്ലാതെ മറ്റൊരു ഇടമുണ്ടാവില്ല എന്നാണ്.
ഹറാമും ഉണ്ടെങ്കിൽ നരകമല്ലാതെ മറ്റൊരിടം അവിടെ ആ തടിക്കുണ്ടാവില്ല. ആ ഒരു ധൈര്യം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന ആലോചന നമുക്കുണ്ടാവേണ്ട. കേവല പഠനം മാത്രമല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ചില ഗുണപാഠങ്ങളുണ്ട്, ചില സന്ദേശങ്ങളുണ്ട്. അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആവാനുള്ള യോഗ്യത നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അബൂ ത്വാലിബിന്റെ 12 മക്കളിൽ ഏറ്റവും കൊടിയ പട്ടിണിക്കാരനായിരുന്നിട്ടും അദ്ദേഹം സ്വന്തത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും ഈ അനിയന്റെ മകൻ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മറ്റു മക്കൾക്ക് കൂടി കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ എന്നാണ്. പിൽക്കാലത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങയുടെ ഉമ്മയുടെ പേരെന്താന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയും ഫാത്തിമ ബിൻത് അസദ് എന്നാ പറഞ്ഞത്. ആമിന എന്നല്ല, ഫാത്തിമ ബിൻത് അസദ് എന്നാ പറഞ്ഞ്. അബൂ ത്വാലിബിന്റെ ഭാര്യയുടെ പേരാണത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചപ്പോ അവരാണ് എനിക്ക് ഉമ്മയായത്. അവരവരുടെ മക്കളെക്കാൾ കൂടുതൽ എന്നെയാണ് ശ്രദ്ധിച്ചത്. അവരവരുടെ കൂടെ കിടത്തി ഉറക്കിയത് എന്നെയാണ് അവർ താരാട്ടുപാടിയതാലും നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി എന്തറിയോ? നമ്മൾ പഠിച്ചു വെക്കേണ്ടുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഒരു സൂറത്തില്. അള്ളാഹു ഒരു കാര്യം ഏറ്റെടുത്താൽ ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു താൻ ഏറ്റെടുത്ത കാര്യങ്ങൾ അത് പ്രകാരത്തിൽ പൂർണ്ണാർത്ഥത്തിൽ അത് നിറവേറ്റാൻ കഴിവുറ്റവനാകുന്നു എന്ന് അത് വിശ്വസിക്കാൻ വിശ്വാസി സമൂഹം തയ്യാറില്ലാത്തിടത്താണ് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ആദർശത്തിലേക്ക്, നമ്മുടെ മതത്തിലേക്ക് അല്ലാഹുവല്ലാത്ത മറ്റു പലർക്കും പ്രവേശനമുണ്ടാകുന്നതും മറ്റു പലരെയും നമ്മൾ അവലംബിക്കുന്നതും മറ്റു പലരിലും നമ്മൾ അഭയം തേടുന്നതും മറ്റു പലരോടും നമ്മൾ അള്ളാഹുവിന് നിരക്കാത്ത സഹായാർത്ഥനകളും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളൊക്കെ നടത്തുന്നത് അള്ളാഹുവെ കുറിച്ച് അള്ളാഹുവിനെ വീണ്ടും വണ്ണം മനസ്സിലാക്കാതെ പോയത് കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവർ, ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ഓർക്കണം. അബൂ ത്വാലിബിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നു. 12 വയസ്സ് മുതൽ തൊഴിലെടുക്കാൻ തീരുമാനിക്കുന്നു. അജിയാദിലൂടെ ആട് മേയ്ക്കാൻ കൊടുക്കുന്നു. കൂട്ടുകാരോടൊപ്പം ആട് മേച്ച് നടന്ന് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ഈ മൂത്താപ്പയെയും കുടുംബത്തെയും തന്നാലാവുന്ന വിധത്തിൽ സഹായിക്കാനും ആ 12 വയസ്സുകാരൻ തയ്യാറാവുന്നുണ്ട്. അവിടെയും ജീവിതത്തിൽ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന്റെ 28 വർഷം മുമ്പാണെന്ന് നമ്മൾ ആലോചിക്കുക. ഇത്രയും ദുസ്സഹമായ, ഇത്രയും പൈശാചികമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിട്ട് മാതാപിതാക്കൾ ഇല്ലാതെ പോയിട്ട് ഒരു കുട്ടി എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളിലും പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച അപൂർവമായ ആ ഒരു സത്യസന്ധതയും വിശ്വസ്തതയും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ മക്കൾക്കും എവിടെയോ കൈമോശം വന്നിരിക്കുന്നുവോ എന്ന്, നമുക്ക് എവിടെയൊക്കെയോ അത് കൈമോശം വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ കാരണം നമുക്ക് അള്ളാഹുവെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ്. ഇവിടെ ഇത്ര ഊന്നാനുള്ള കാരണം 40 വയസ്സിന് ശേഷമുള്ള നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് സ്വഭാവം ഗുണം പറഞ്ഞാലും സമുദായം ചിന്തിക്കുന്നത് അത് പ്രവാചകനാവുമ്പോ പിന്നെ അങ്ങനെയൊക്കെ തന്നെ അല്ലേ, അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവൂലേന്നാ. പക്ഷെ പ്രിയപ്പെട്ടവർ, ഇത് 12 വയസ്സിലാണ്, ഇത് 8 വയസ്സിലാണ്. ഇക്കാലത്തൊക്കെയും അദ്ദേഹം കാണിച്ച സൂക്ഷ്മതയുടെ പേരായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹത്തെ ആളുകൾ അൽ അമീൻ എന്ന് വിളിക്കാനുള്ള കാരണം. അദ്ദേഹം എന്തു പറഞ്ഞാലും മറുവാക്കുരിയാടാതെ മക്കികൾ അംഗീകരിച്ചിരുന്ന ഒരു കാലമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ കാലം വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ സകലമാന ആരോപണങ്ങളും ഉയർത്തക്കൊണ്ടേയിരിക്കുന്നു. ആ സമയത്ത് അബൂജഹൽ ആണ് ഇതിന്റെ ഒക്കെ നേതൃത്വം കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നബി തങ്ങളെ അങ്ങയെ ആക്ഷേപിക്കാൻ, അങ്ങയെ കളവാക്കാൻ അവർക്ക് കഴിയില്ല. അവർക്ക് അങ്ങയോടല്ല വൈരാഗ്യമുള്ളത്, അങ്ങ് പറയുന്ന കാര്യങ്ങളിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ഖദ് നഅലമു ഇന്നഹു ലയഹ്സുനുക അല്ലദീ യഖൂലൂൻ
താങ്കളെക്കുറിച്ച് അവർ അതും ഇതുമൊക്കെ പറയുന്നത് താങ്കൾക്ക് വലിയ സങ്കടമുണ്ടാക്കുന്നുണ്ട് എന്ന് നാം അറിയുന്നുണ്ട്. പക്ഷെ താങ്കൾ അറിയണം, ഫൈനഹും ലാ യുകദ്ദിബൂനക്, പ്രിയപ്പെട്ടവർ ഓർത്തു വെക്കേണ്ട സംഗതിയാണ്. ഫൈനഹും ലാ യുകദ്ദിബൂനക്, അവർക്ക് അങ്ങയുടെ വ്യക്തിത്വത്തെ, അങ്ങയുടെ വ്യക്തി വിശുദ്ധിയെ, അങ്ങയുടെ സ്വഭാവ മഹിമയെ കളവാക്കാൻ അവർക്ക് കഴിയില്ല. അതവർ ചെയ്യുന്നുമില്ല. പിന്നെ അവർക്ക് എന്താണ് വൈരാഗ്യം? അങ്ങ് പറയുന്ന കാര്യങ്ങളോടാണ് അവർക്ക് എതിർപ്പ്, അങ്ങയോട് എതിർപ്പില്ല. നോക്കൂ നിങ്ങൾ, അബൂജഹലിന്റെ 2-3 ഡയലോഗുകൾ ഈ വിഷയത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. അബൂജഹൽ ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാർ പറയും, അബൂജഹൽ പറയാണ്, ഞാൻ നബിയെ ഇന്നാ ലാ നുകദ്ദിബുക മുഹമ്മദേ, തന്നെ അങ്ങയെ ഞങ്ങൾക്ക് കളവാക്കാൻ കഴിയില്ല, ഞങ്ങൾ അങ്ങയെ കളവാക്കുന്നുമില്ല. വലാകിൻ നുകദ്ദിബു മാ ജിഇത ബിഹി, താങ്കൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മൾ നേരെ തിരിച്ചാ നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവെ ഏറെയാണെങ്കിൽ പൊറുക്കണേ, കാര്യങ്ങൾ പറയണത് ശരിയാ, പക്ഷെ അത് പറയണത് നിങ്ങളാന്നുള്ളതാ പ്രശ്നം എന്നതാ നമ്മളെ വിഷയം അല്ലേ? കാര്യങ്ങൾ പറയണത് 100% ശരി, പക്ഷെ നിങ്ങൾ പറയണത് കൊണ്ടാണ് സംശയമുള്ളത്. അവിടെ നേരെ തിരിച്ചാണ്, താങ്കൾ പറയുന്നതാണ് പ്രശ്നം, താങ്കളല്ല പ്രശ്നം അല്ലേ? മറ്റൊരിക്കൽ അയാൾ പറഞ്ഞെന്താണെന്നറിയോ? വല്ലാഹി ഇന്ന മുഹമ്മദല്ല സാദിഖുൻ, വല്ലാഹി ഇന്ന മുഹമ്മദല്ല സാദിഖ്, തീർച്ചയായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ്. വമാ കദബ മുഹമ്മദുൻ ഖത്തുൻ, സുബ്ഹാനല്ലാഹ്. അബൂജഹലിന്റെ പിന്നെ ഫത്വയാണ്, വമാ കദബ മുഹമ്മദുൻ ഖത്തു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ചോ, ഈ സമുദായത്തിൽ ആരെയെങ്കിലും ഒരാളെ കുറിച്ച്, ഞാൻ ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് അങ്ങനെ പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടോ? നോക്കൂ, അദ്ദേഹം പിന്നെ പറയാ, ഒലാക്കിൻ ഇദാ ദഹബത, അത് എന്തുകൊണ്ട് തങ്ങൾക്ക് ഇസ്ലാമിനെ അംഗീകരിച്ചുകൂടാതെയുള്ള ചോദ്യത്തിന് അബൂജഹൽ കൊടുക്കുന്ന മറുപടി, എല്ലാം അവരുടെ കയ്യിലാണ്. അബ്ദുമനാഫിന്റെ കുസൈബിന് കിലാബിന്റെ കുടുംബത്തിന്റെ കയ്യിലാണ്. മക്കയുമായി ബന്ധപ്പെട്ട് കഅബയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർക്കാണ്. അപ്പൊ പിന്നെ ഇതും കൂടി ഖുറൈശ്, ഇതും കൂടെ പ്രവാചകത്വം കൂടെ അംഗീകരിച്ചു കൊടുത്താൽ പിന്നെ നമ്മക്കൊക്കെ പിന്നെ എന്താ ഇവിടെ ഉള്ളത്? അത് നമ്മളെ പ്രശ്നം. നമ്മളിൽ പലരുടെയും പ്രശ്നം ഇപ്പോഴതാണ്. അയാള് പ്രസിഡന്റാണോ? ഞാനില്ല. അവരൊക്കെയാണ് ആ പള്ളിക്കുള്ളത് വെച്ചാൽ ഞാനില്ല. അയാളാണ് അവിടുത്തെ ഇമാം വെച്ചാൽ ഞാനില്ല. മൂപ്പര് കുത്തുപടുത്താണ്, ഞാൻ വേറെ പള്ളിയിൽ പോകും എന്നതാണ് നമ്മുടെ പ്രശ്നം. അത് അബൂജഹലിന്റെ നിലപാടാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനി ഒരിക്കൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോഴിതാ പറയുക, എല്ലാം അവർ ചെയ്തു. അവർ ഖുറൈശികൾ ആളുകൾക്ക്, ഹുസൈൻ്റെ ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു, നമ്മളും കൊടുത്തു. അവരാളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു, നമ്മളും പരിഹരിച്ചു. അവർ യുദ്ധം ചെയ്തു, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ ഇപ്പോഴവർ പറയുന്നത്, അവരെ കൂട്ടത്തിലും ഇന്നാ നബിയു യഅ്തീഹിൽ വഹയ്യു മിനസ് സമാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ആകാശത്ത് നിന്ന് ഒരാള് വഹി വരുന്നൊരു പ്രവാചകനുണ്ട് എന്ന് ഇപ്പോ ഹുസൈൻ്റെ ആളുകൾ പറയുന്നുണ്ട്. ഫമത്താൻ ഉദരിക്കു ഹാദിഹി, അത് നമുക്കില്ലാത്തിടത്തോളം കാലം നമ്മൾ അവരെ അംഗീകരിക്കുക. വല്ലാഹി ലാ നുഅ്മിനു ബിഹി അബദാ എന്നാണ് എൻ്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി അവിടെയാണുള്ളത്. നാം നമ്മുടെ വിശ്വാസത്തെ സാധൂകരിക്കേണ്ടത്, നമ്മുടെ ഈമാനിനെ സ്വാധീകരിക്കേണ്ടത്, നമ്മുടെ ആദർശത്തെ സ്വാധീകരിക്കേണ്ടത് നാവ് കൊണ്ടല്ല, അത് നമ്മുടെ ജീവിതം കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിത്തറ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം, അദ്ദേഹം എക്കാലവും ആളുകൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത്, ആ വ്യക്തിത്വത്തെ കറപുരട്ടാൻ, ആ വ്യക്തിത്വത്തെ ദുഷിച്ചു പറയാൻ ഒരാൾ തയ്യാറായാൽ അക്കൂട്ടത്തിൽ തന്നെ 1000 ആളുകൾ ആ തയ്യാറായ ആളെ എതിർക്കാനുണ്ടായിരുന്നു എന്നതാണ്. അത്ര വിശുദ്ധമായ ഒരു ജീവിതം ശൈശവത്തിൽ നയിക്കുന്നു, ബാല്യത്തിൽ നയിക്കുന്നു, കൗമാരത്തിൽ നയിക്കുന്നു. മക്കക്കാരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ അദ്ദേഹം കച്ചവടത്തിന്റെ കൂലിക്കാരനായി പോകുന്നു. ആ സമയത്ത് അദ്ദേഹം അത് പിന്നെ പാലിക്കുന്നു. ഏത് നിലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസ്തതയോടെ, സത്യസന്ധതയോടെ കുഞ്ഞുനാൾ മുതൽ വളർന്നു വന്ന സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലും വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിലും ഉണ്ടാക്കിയെടുക്കുക എന്നത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഈ സമുദായത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
الحمد لله الواحد القهار العزيز الغفار المتكبر الجبار له الكتاب وإليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أيها الإخوان اتقوا الله وكونوا عباد الله ബഹുമാന്യരെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായികളായി ജീവിച്ച് മരിക്കാൻ എല്ലാ സമയത്തും സന്ദർഭങ്ങളിലും സ്ഥലങ്ങളിലും ശ്രദ്ധിക്കണം, ശ്രമിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മളെ എല്ലാവരെയും പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖല, അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു എന്നത്, അള്ളാഹു അദ്ദേഹത്തിന് മുൻകൂട്ടി വഴിയൊരുക്കിയിരുന്നു എന്നതിൻ്റെ അള്ളാഹു ഒരുക്കിയ സംരക്ഷണ വലയങ്ങളിൽ പല മേഖലകളിൽ ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 12 വയസ്സിന് ശേഷം അബൂ താലിബ് ഒരു കച്ചവടക്കാരൻ കൂടിയായിരുന്നു. ഒരിക്കൽ അബൂ താലിബിൻ്റെ കൂടെ സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഒരു സന്ദർഭം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആ കച്ചവട യാത്രയിൽ അവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു മലമുകളിൽ ഒരു പുരോഹിതൻ, ഒരു ക്രൈസ്തവ പുരോഹിതൻ, ബഹൈറ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രഗ്രന്ഥങ്ങളിൽ കാണുന്നത്. അദ്ദേഹം മലമുകളിൽ നിന്ന് ഒരു അത്ഭുതം കാണുന്ന ഒരു രംഗമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പഠിക്കേണ്ടത് കുറച്ചുകൂടി ആഴത്തിലാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. മലമുകളിൽ ടെന്റ് കെട്ടി മഠം കെട്ടി അവിടെ ജീവിച്ചിരുന്ന ബഹീറ മരുഭൂമിയിൽ ഒരു മഴക്കാർ ഇങ്ങനെ, ഒരു സാധ്യതയുമില്ലാത്ത തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ഒരു മഴക്കാർ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണുന്നു. അത് സൂക്ഷിച്ചു നോക്കിയ ബഹീറയ്ക്ക് മനസ്സിലാകുന്നത് താഴെ ഒരു കച്ചവട സംഘം യാത്ര ചെയ്യുന്നുണ്ട്. ആ കച്ചവട സംഘത്തിന്റെ നിഴലായിട്ടാണ് ഈ മേഘം യാത്രയിൽ, വേറെ എവിടെയും മേഘങ്ങളില്ല. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കച്ചവട സംഘം വരുന്നുണ്ട്. ആ കച്ചവട സംഘം വന്ന് ഈ മലയുടെ അടിവാരത്ത് കുറച്ചു നേരം വിശ്രമിക്കാനിരുന്നു. ആ സമയത്ത് ഈ മേഘവും അവരുടെ തലക്ക് മുകളിലായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ച് നോക്കുന്ന ഒരു സംഗതിയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ആദരവ് എത്രയാണ്, വാത്സല്യം എത്രയാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാ ബഹീറ ഉറപ്പിച്ചു, ഇത് ഞാൻ അന്വേഷിക്കുന്ന ആൾ തന്നെയാണ്, അക്കൂട്ടത്തിൽ ഒരാളുണ്ട് എന്ന് ബഹീറക്ക് മനസ്സിലാകുന്നു. ബഹീറ താഴേക്ക് ആളെ വിട്ടു. ആ കച്ചവട സംഘത്തോട് മുകളിലേക്ക് കയറി വരാൻ ആവശ്യപ്പെട്ടു. അവർക്കൊരു സദ്യ സൽക്കാരം ഇവിടെ ഉണ്ട്, അതിന് വരാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അബൂ താലിബ് ആവട്ടെ ഈ 10-13 വയസ്സുള്ള തൻ്റെ കുഞ്ഞിനെ ഈ മല കയറ്റാൻ അപ്പോൾ തയ്യാറായില്ല. യാത്ര ചെയ്ത് ക്ഷീണിച്ചതാണ്, മോനെ ഇവിടെ ഇരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കച്ചവട സംഘത്തിൽ അദ്ദേഹമല്ലാത്ത മറ്റവരെല്ലാം മലമുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ ഈ മേഘം അപ്പോൾ അവരുടെ കൂടെ പോയില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബഹീറ ചോദിച്ചു, നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അബൂ താലിബ്, നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അബൂ താലിബ് പറഞ്ഞുണ്ട്, എൻ്റെ മോനുണ്ട്. നിങ്ങളുടെ മോനാവാൻ വഴിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ ഓതിയിൽ അല്ലദീന യഅരിഫു അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. വേദക്കാർക്ക് തങ്ങളുടെ മക്കളെ അറിയുന്നതിനേക്കാൾ നന്നായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം. ബഹീറ പറഞ്ഞു, നിങ്ങളുടെ മകനാവാൻ സാധ്യതയില്ല. അപ്പൊ അബൂ താലിബ് പറഞ്ഞു, എൻ്റെ മോനല്ല, അതെൻ്റെ അനിയൻ്റെ മോനാണ്. നിങ്ങളുടെ അനിയൻ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ആ കുട്ടിയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം, ഞാൻ അവിടെ പോയി കണ്ടോളാം. കുട്ടി മുകളിൽ കയറി വരുന്നതിനേക്കാൾ എളുപ്പം പ്രായമായ ഞാൻ അവിടെ പോയി വരുന്നതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുമ്പോൾ ഇത്രമാത്രം ആദരവുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചോക്കാൻ. അങ്ങനെ ബഹീർ അവിടെ ചെല്ലുന്നു, കുട്ടിയെ കാണുന്നു. കുട്ടിയുടെ ചുമലിൽ ഒരടയാളം അയാൾ ശ്രദ്ധിക്കുന്നു. ആ അടയാളം ഈ പറഞ്ഞതെല്ലാം കുട്ടിയുടെ ഉമ്മ മരിച്ചിട്ടുണ്ടാകും, ഉപ്പ മരിച്ചിട്ടുണ്ടാകും, കുട്ടിയുടെ കഴുത്ത് ചുമലിൽ ഷോൾഡറിൽ ഇങ്ങനെ അടയാളം ഉണ്ടാകും എന്നതെല്ലാം അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. നമ്മൾ ഇത്രയും കാലമായി ഒന്നും പഠിക്കാൻ തയ്യാറാവുന്നില്ല എന്നതാണ് നമ്മുടെ ഒരു വിഷയമായി, നമ്മുടെ ഒരു സങ്കടകരമായ സാഹചര്യമായി നമ്മൾ പറയേണ്ടത്. അപ്പോൾ അദ്ദേഹം കുട്ടിയെ കണ്ടു. അദ്ദേഹം എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, അബൂ താലിബ്, ഈ കുട്ടിയെ സിറിയയിലേക്ക് കൊണ്ടുപോകരുത്, ഈ കുട്ടി ഇവിടെ നിന്ന് ഇനി മുന്നോട്ട് കൊണ്ടുപോകരുത്. എനിക്ക് മനസ്സിലായത്, യഹൂദികൾക്കെങ്ങാനും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയെ അവർ നശിപ്പിക്കും, ഇത് വരാനിരിക്കുന്ന പ്രവാചകനാണ് എന്ന് ബഹീറ
ദീർഘദർശനം ചെയ്യുകയും അബൂ താലിബ് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും കുഞ്ഞിനെ തിരിച്ച് മക്കയിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു. അബൂ താലിബ് തന്നെ ആ കച്ചവട യാത്ര റദ്ദാക്കി ബാക്കിയുള്ളവർ പറഞ്ഞിട്ടു എന്നാണ് ചില കിതാബുകളിൽ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് അനാദരിക്കുകയും ഇന്ന് വിമർശിക്കുകയും ചെയ്യുന്നവർക്ക് മറുപടി നൽകേണ്ടവർ നമ്മളല്ലേ? അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായതൊക്കെ പറഞ്ഞുണ്ടാക്കുമ്പോ അതിലുള്ളതേത് ഇല്ലാത്തതേത് എന്ന് നെല്ലും പതിരും തിരിച്ച് ആളുകൾക്ക് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ മാതൃക കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടവർ വിശ്വാസി സമൂഹമാണ്. ഇത് പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുത്ത് ജീവിച്ചിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകളായി, അവിടുത്തെ മാതൃകകളായി, അങ്ങനെയാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വ ഹസന, ആ നല്ല മാതൃകകൾ, ആ ജീവിത മാതൃകകളെ കുഞ്ഞുനാൾ മുതൽ നമ്മുടെ കുട്ടികളിലൂടെ പടുത്തുയർത്തി വളർത്തി വലുതാക്കി സമുദായത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രവാചക മാതൃകകളായി മാറാനുള്ള ധീരമായ ഭഗീരഥ പ്രയത്നങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദൂതരെ ആഴത്തിൽ പഠിക്കാനും അവിടുത്തെ സ്വഭാവ മഹിമകളെ കൃത്യമായി മനസ്സിലാക്കാനും പ്രവാചകത്വ ജീവിതത്തിന്റെ മുമ്പുള്ള ദുഷിച്ച കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച വിശുദ്ധമായ ആ ഒരു സ്വഭാവ മഹിമ മനസ്സിലാക്കുന്നതിലൂടെ കാലത്തിന്റെ മോശമല്ല, കാലത്തിന്റെ മോശത്തിൽ നിന്ന് തിരിച്ചു നടക്കാൻ നമ്മൾ കാണിക്കുന്ന മടിയാണ് സമുദായത്തിന്റെ വീഴ്ചയുടെ കാരണമെന്ന് തിരിച്ചറിയുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതുജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കാൻ കിട്ടുന്ന എല്ലാ അവസരവും അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ആദര ബഹുമാനങ്ങളോട് നിറവേറ്റാൻ റഹ്മാനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാമിക വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും വാക്കിലും നോക്കിലും എന്ന് വേണ്ട ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ആദരപൂർവ്വം അനുധാവനം ചെയ്യുന്നവരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇടം നൽകുമാറാവട്ടെ. ഈ വിഷയത്തിൽ നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ വിധത്തിലുള്ള വീഴ്ചകളും റഹ്മാനായ റബ്ബെ മാപ്പാക്കി തരണമേ. ഗഫൂറേ, കൂടുതൽ ആഴത്തിൽ നബി തങ്ങളോടടുക്കാൻ, നബി തങ്ങളുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തിലേക്ക് മാറ്റിപ്പണിയാനുള്ള ഞങ്ങളുടെ പ്രയത്നങ്ങൾക്ക് തൗഫീഖ് പിന്തുണ നൽകണമേ റഹ്മാനെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദൂരീകരിച്ച് തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികളായ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഇണകളുണ്ട്, സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഗഫൂറേ, അള്ളാഹുവെ അവരുടെ ഖബറുകളെല്ലാം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിപ്പിക്കണമേ റഹ്മാനെ. ഈ സമുദായം അനുഭവിക്കുന്ന എല്ലാ വിധത്തിലുള്ള പതിത്വങ്ങളിൽ നിന്നും, എല്ലാ വിധത്തിലുള്ള അനാദരവുകളിൽ നിന്നും, ആക്രമണങ്ങൾ സമുദായത്തെ രക്ഷിക്കണമേ റഹ്മാനെ. ഇത് മതത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും ലോകത്തെവിടെയായിരുന്നാലും സഹായം നൽകണമേ റഹ്മാനെ. ആവശ്യമില്ലാതെ ആദർശത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെടുന്നവർക്ക് ആ അക്രമികളെ ശിക്ഷിച്ചുകൊണ്ട് പ്രതികാരം നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا وأهلينا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.